ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനവുണ്ട് എന്ന കണക്കുകൾ നമുക്കറിയാമത്. ഇന്നലെ ദർശനത്തിന് എത്തിയത് 75,551 തീർത്ഥാടകരാണ്. 13,281 പേർ സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തി. പരമ്പരാഗത കാനനപാത വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചതോടെ പുലിമേടടക്കം കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സനോജ് സുരേന്ദ്രൻ സന്നിധാനത്ത് നിന്നും വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കാവ്യ. ഗുഡ് മോർണിംഗ്. കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും സന്നിധാനത്ത് എത്തിയല്ലേ? അതെ, ഒരു 3 ദിവസത്തെ റിപ്പോർട്ടിങ്ങിന് വേണ്ടി എത്തിയതാണ്. ഇന്ന് മല ഇറങ്ങും. ഇന്ന് നമ്മുടെ ബിജിൻ പയ്യാന്തോട് മല കയറും. അപ്പോൾ നാളെ മുതൽ ബിജിൻ ശബരിമല വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കും. അപ്പോൾ വിജിന് ബാറ്റൺ കൈമാറിക്കൊണ്ട് സനോജ് ഇന്ന് മലയിറങ്ങുന്ന ദിവസം ഗുഡ് മോർണിംഗ് കേരളത്തിൽ സന്നിധാനത്ത് നിന്ന് പറയാനുള്ളത് എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും സന്നിധാനത്ത് തിരക്ക് വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് തൊട്ടടുത്ത ദിവസത്തെ അപേക്ഷിച്ച് ഇന്നലെ തിരക്ക് അല്പം വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നലെ 75,551 തീർത്ഥാടകരാണ് മല കയറി ദർശനം നടത്തിയത്. ഇതിൽ 13,000-ൽ പരം തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴിയാണ് ദർശനം നടത്തിയത്. സ്പോട്ട് ബുക്കിംഗ് വഴിയും വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴിയുമുള്ള തീർത്ഥാടകരുടെ ഒരു പ്രവാഹം, പ്രത്യേകിച്ച് ഈ സ്പോട്ട് ബുക്കിംഗ് 70,000-ആയി നിശ്ചയിച്ചിട്ടുണ്ട്. വെർച്വൽ ക്യൂ 70,000-ആയിട്ട് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും സ്പോട്ട് ബുക്കിങ്ങിന് നിയന്ത്രണം. വെർച്വൽ ക്യൂ ബുക്കിങ്ങിലൂടെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുള്ള തീർത്ഥാടകർ വരാത്ത സാഹചര്യമുണ്ട്. പക്ഷേ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നുണ്ട്. അത് 13,000-ന് മുകളിലാണ്. 10,000-ആയിട്ട് നേരത്തെ നിജപ്പെടുത്തിയിരുന്നുവെങ്കിലും ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് എല്ലാവർക്കും ദർശന സൗകര്യം ഒരുക്കുമെന്ന് സർക്കാർ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പമ്പയിൽ സ്പോട്ട് ബുക്കിംഗ് നടത്തിയെത്തുന്ന തീർത്ഥാടകർക്കെല്ലാം ദർശനത്തിന് വേണ്ടിയുള്ള ക്രമീകരണം സർക്കാർ നൽകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിലും വർധനമുണ്ട്. ഇന്നലെ 1,800-ൽ പരം തീർത്ഥാടകരാണ് പുല്ലുമേട് വഴി മലയിറങ്ങി അയ്യപ്പനെ കാണാനെത്തിയത്. സാധാരണ പമ്പയിൽ നിന്നും നീലിമലയും അപ്പാച്ചിമേടും ശരംകുത്തിയും താണ്ടി മല കയറിയാണ് തീർത്ഥാടകർ ദർശനത്തിനായി എത്തുന്നത് എങ്കിൽ മലയിറങ്ങി അയ്യപ്പന് ദർശനം നടത്തുന്നുവെന്ന പ്രത്യേകതയാണ് പുല്ലുമേട് പാതയ്ക്കുള്ളത്. കാരണം പെരിയാർ വള്ളക്കടവ് സത്രത്തിലെത്തി അവിടെ നിന്നും പുല്ലുമേട് വന്ന് മലയിറങ്ങി അയ്യപ്പനെ കണ്ട് മലയിറങ്ങി മടങ്ങുന്ന കാഴ്ചയാണ്. ഇപ്പോൾ നമുക്ക് 18-ാം പടിക്ക് മുമ്പിലുള്ള തീർത്ഥാടകരുടെ ഒരു നീണ്ട നിര തന്നെ കാണാൻ കഴിയും. കാര്യമായ തിരക്ക് ഇന്ന് അനുഭവപ്പെടുന്നുണ്ട്. 30,000-ൽ പരം തീർത്ഥാടകർ ഇതിനകം തന്നെ ദർശനം നടത്താൻ വേണ്ടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് രാവിലത്തെ കണക്കുകൾ നൽകുന്ന വിവരം. ഇന്നലെയും സമാനമായ സാഹചര്യമായിരുന്നു രാവിലെ. ഇന്നലെ രാവിലെ ദർശനത്തിനായി 5 മണിക്കൂറോളം കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. അത്രത്തോളം തിരക്ക് ഇന്നലെ രാവിലെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയും തിരക്കുണ്ട്. പക്ഷേ ഇന്നലെ വൈകുന്നേരം ആ തിരക്കുണ്ടായിരുന്നില്ല. പലർക്കും വളരെ വേഗതയിൽ വന്ന് ഓരോ പടിയും വണങ്ങിക്കൊണ്ട് 18-ാം പടി കയറി ദർശനം നടത്താൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നു. കാരണം അത്രത്തോളം ആളുകളുടെ കുറവാണ് വൈകുന്നേരം ഉണ്ടായിരുന്നത്. രാവിലെ തീർത്ഥാടകരുടെ തിരക്കുണ്ടായിരുന്നു. എന്നാൽ തീർത്ഥാടകരുടെ തിരക്ക് വലിയ തോതിൽ വർദ്ധിക്കുമ്പോഴും കാര്യമായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമില്ലാതെ ദർശനത്തിനായി എത്തുന്ന തീർത്ഥാടകർക്ക് സന്തോഷത്തോടുകൂടി ദർശനം സാധ്യമാക്കി മലയിറങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ തീർത്ഥാടന കാലത്തെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത്. വലിയ തോതിലുള്ള തീർത്ഥാടക പ്രവാഹം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ലക്ഷങ്ങളുടെ വർധനവ് ഈ കാലഘട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ തീർത്ഥാടകരുടെ വരവ് വർദ്ധിച്ചതോടുകൂടി വരുമാനത്തിലും ഗണ്യമായ വർധനമുണ്ട്. അങ്ങനെ തീർത്ഥാടകരുടെ തിരക്കും വരുമാനവുമൊക്കെ വർദ്ധിക്കുമ്പോഴും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ തീർത്ഥാടകർക്ക് മല ചവിട്ടാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇത്തവണ മല ചവിട്ടാൻ കഴിയുന്നു. അതുമാത്രമല്ല ദർശനം സന്തോഷത്തോടെ നടത്തി മടങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ തീർത്ഥാടന കാലത്തെ വ്യത്യസ്തമാക്കുന്നത്. എന്തായാലും ശബരിമലയിലെ കാര്യങ്ങൾ ഭംഗിയായി തന്നെ പോവുകയാണ് കാവ്യ.